രാജമാണിക്യത്തിൻ്റെ ഷൂട്ടിലെ അനുഭവങ്ങൾ ഓർക്കുന്നുണ്ടോ? മമ്മൂക്ക വരുമ്പോഴത്തേക്കും മമ്മൂക്ക ഈ കോസ്റ്റ്യൂമൊക്കെ കണ്ടിട്ട് മമ്മൂക്ക ഈ സാധനത്തിനൊരു മാറ്റി അങ്ങോട്ട് പറയുക. ആർക്കും അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ആർക്കും പറ്റുന്നില്ല. ആർക്കും പറ്റൂല. ഇത് പല റേഞ്ചിലുള്ള നടന്മാരുണ്ടല്ലോ, സൂപ്പർ സ്റ്റാർ, മെഗാ സ്റ്റാർ, ഇങ്ങനെ ഇവരൊക്കെ ഈ വസ്ത്രത്തിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ബ്രാൻഡ് ഇതിലൊക്കെ ബലം പിടിക്കാറുണ്ടോ? തുണിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഒരുപാട് പറ്റിക്കലുകൾ നടത്തിയിട്ടുണ്ട്. അല്ല, അതൊക്കെ ചിലപ്പോൾ ഞാൻ ബ്രാൻഡിൻ്റെ സാധനം വരെ സ്റ്റിക്കർ അങ്ങനെയുള്ളത് വാങ്ങിച്ചു വയ്ക്കും. കാരണം നമുക്ക് സിനിമയ്ക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. സമ്മറിൻ ബദലേ എന്നൊക്കെ പറയുന്ന പടത്തിൽ ബെഡ്ഷീറ്റ് ജയറാം ചേട്ടനൊക്കെ ഡ്രസ്സായിട്ട് ഷർട്ട് കൊടുത്തിട്ടുണ്ട്. സുരേഷ് ഗോപി വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ കോസ്റ്റ്യൂം അവിടെ ഇങ്ങനെ പാക്ക് ചെയ്ത് ഭയങ്കര ഇതായിട്ട് വെച്ചേക്കാം. സുരേഷ് ഗോപി വന്ന് ആദ്യം തന്നെ വന്ന് ഇതിട്ട് നോക്കിയിട്ട് ഈ സാധനം എടുത്തിട്ട് ഇതെങ്ങനെ വെച്ചിട്ട് അഭിനയിക്കും എന്നൊക്കെ പറഞ്ഞ ആകെ പ്രശ്നം. ലാലേട്ടൻ തൊട്ടെടുത്തിരിക്കണം, ഇതെന്താ ഇവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ഇത് വാങ്ങിച്ചു വയ്ക്കും. ശ്രീ എസ്.ബി. സതീഷ് 9 സംസ്ഥാന അവാർഡുകളും ഒരു ദേശീയ അവാർഡും നേടിയ കോസ്റ്റ്യൂം ഡിസൈനറാണ്. കോസ്റ്റ്യൂം ഡിസൈനിങ് ഇത്രയേറെ സാധ്യതകളുള്ളൊരു മേഖലയാണെന്ന് മലയാളി പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയ ഒരു മനുഷ്യനും കൂടിയായിരിക്കാം ശ്രീ എസ്.ബി. സതീഷ്. അദ്ദേഹത്തിൻ്റെ ജീവിതകഥ പറഞ്ഞു വരികയായിരുന്നു. ആ കഥകൾ നമുക്ക് തുടരാം. വ്യത്യസ്തമായ കോസ്റ്റ്യൂം വേണ്ടി വന്നൊരു സിനിമയാണ് അനന്തഭദ്രം. അതെ അതെ. ഈ അനന്തഭദ്രത്തിൻ്റെ അനുഭവം എന്തായിരുന്നു? അനന്തഭദ്രത്തിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഈ ഗുരു പോലെ തന്നെ അത് ആ കോസ്റ്റ്യൂമിൻ്റെ ഫുൾ ക്രെഡിറ്റ് അത് ഞാൻ തന്നെയാണ്. അത് ഞാൻ ക്രെഡിറ്റ് ചെയ്തത്. അത് കാരണം അതൊക്കെ ഓരോ കഥാപാത്രത്തിന് വേണ്ടി ഉണ്ടാക്കി. പിന്നെ സന്തോഷ് ഏട്ടൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ രാജീവ് ഏട്ടൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്ന അതേ ഒരു ഇതാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാം. അതിനൊക്കെ തന്നെ പുള്ളിയുടെ അടുത്ത പടത്തിലും മറ്റേ ഹോളിവുഡ് മൂവി വരുമ്പോഴത്തേക്കും ബിഫോർ ദ റെയിൻ വരുമ്പോഴത്തേക്കും അത് പുള്ളി എൻ്റെ പേര് തന്നെയാണ് അവർ ഹോളിവുഡുകാരുടെ പറഞ്ഞിട്ട് ഞാൻ തന്നെയാണ് അത് ചെയ്തത്. അനന്തഭദ്രത്തിൽ ഈ കാവ്യക്കൊക്കെ നമ്മൾ ഭയങ്കര ഇംഗ്ലീഷ് കോമ്പിനേഷൻ, നല്ല വെസ്റ്റ് അങ്ങനെയൊക്കെയുള്ള സ്റ്റൈൽ സാധനങ്ങളാണ്. ഗ്രേയും ബ്ലാക്കും ഒക്കെ ആയിരിക്കും. ഇങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് സന്തോഷമായിട്ട് നമ്മളെ കോസ്റ്റ്യൂമിൽ വന്നിട്ട് ഇതാണ് പറഞ്ഞു, ഇതൊക്കെ ഭയങ്കര ക്ലാസ്, നമുക്ക് കുറച്ച് ഗ്ലേസിംഗ് ഒക്കെ ഉള്ള സാധനം തുപ്പട്ടൊക്കെ. ഞാൻ പറഞ്ഞു, ഗ്ലേസിംഗ് ഒന്നും ആരും സന്തോഷമായിട്ടാണ് ഇടില്ല തുപ്പട്ടയ്ക്ക്. അത് ആളുകളിടണേ, സന്തോഷത്തിൻ്റെ ഒരു സ്റ്റൈൽ ഇയാൾ ആളുകളിടണേന്നും എനിക്ക് വേണ്ട. എനിക്ക് എന്തെങ്കിലും ഉണ്ടോ നോക്കിയിരിക്കും. നോക്കുമ്പോൾ സന്തോഷമായിട്ട് അവിടെ ഒരു കുറച്ച് സാറ്റൻ്റെ കളറുകൾ കിടന്ന് മജന്തയൊക്കെ കിടന്ന് ഇതെടുത്തിട്ട് ഇതാണ് കൂടി. ഞാൻ പറഞ്ഞു, അയ്യോ ഇത് സാറ്റൻ, ഇതൊന്നും നമ്മളിങ്ങനെ പറയുന്നതിന് മുമ്പ് ഇത് ഇട്ടിട്ട് വരാൻ പറഞ്ഞു. അതിന് ആ സാറ്റിനൊക്കെയാണ് പിന്നെ അവസാനം അതിൻ്റെ കോമ്പിനേഷൻ നോക്കിയിട്ട് നമ്മൾ കൊടുത്തതാണ് ആ ഗ്ലേസിങ്. പക്ഷെ പുള്ളി അത് ഷൂട്ട് ചെയ്തിട്ട് ആ പടം കാണുമ്പോൾ ആരും ഒന്നും വരും അതിൻ്റെ കോസ്റ്റ്യൂം നല്ലതെന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല. നമ്മുടെ ഒരു രീതിയിൽ നിന്ന് മാറ്റിയിട്ട് നമ്മളൊരു ഭയങ്കര കറക്റ്റ് കോമ്പിനേഷനൊക്കെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും സാറ്റിനെ കൊടുപ്പിച്ചിട്ടുണ്ടായി. പിന്നെ നമ്മൾ കോമ്പിനേഷൻ നമ്മളതിന് മാച്ചായിട്ടാണ് കൊടുത്തത്. പക്ഷേ സാറ്റിന് നമ്മളെ മനസ്സിലേ ഇല്ല. നമ്മൾ നല്ല കോട്ടൻ്റെ ഒക്കെ നല്ല നീറ്റായിട്ട് സ്റ്റാർച്ച് അങ്ങനെയൊക്കെയുള്ള സാധനമാണ്. അപ്പോൾ സാറ്റൻ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഗ്ലേസിങ്ങാണ്. അപ്പം നമ്മൾ പറയും ഇതൊന്നും നമ്മുടെ നാട്ടിൽ നിന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ കാവ്യൊക്കെ വെച്ച് നമ്മൾ ഷൂട്ട് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെയുള്ള സാധനം ആകുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ നമ്മൾ നിഗംബരനൊക്കെ കുറേ കൂടെ എക്സ്ട്രാ ഓർഡിനറി കളറുമുണ്ട്, കളർ സാധനം. മറ്റേ നമ്മളൊരു വേറൊരു പ്രത്യേക ഒരു ബ്ലാക്ക് മുണ്ടും വേറെ ബ്ലാക്ക് അയാളെ എല്ലാം കൊടുക്കണം. നെടുമുടിക്ക് പിന്നെ കളറുമുണ്ട് കസവ് ചെയ്ത നെടുമുടി ചേട്ടനെ കൊടുത്തേക്കണത് മൊത്തം പടത്തിൻ്റെ അതായി. അപ്പോൾ സംവിധായകൻ ചിലപ്പോൾ അയാളുടെ മനസ്സിൽ ഇപ്പം നമ്മൾ രാജമാണിക്യത്തിൻ്റെ കോസ്റ്റ്യൂമിലും മമ്മൂക്കയുടെ മനസ്സിൽ ഇന്നതുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ലൊരു സംവിധായകനെന്ന് ചിലപ്പോൾ ചില ആൾക്കാർ പറയണത് നമ്മൾ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ട് അവർക്കൊപ്പം അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ അത് വേറൊരു സംഭവമായി മാറും. അനന്തഭദ്രത്തിലെ ചില സീനുകളിൽ രാജാ രവിവർമ്മയുടെ പെയിൻറ്റിങ്ങുകളിലെ കഥാപാത്രങ്ങളായിട്ട് മാറുന്ന ആ വസ്ത്രത്തിലേക്കൊക്കെ എത്തിയത് എങ്ങനെയാണ്? ആ വസ്ത്രത്തിലെത്തിയതിൻ്റെ ഒരു ഇത് അറിയാതെയാണെങ്കിലും എൻ്റെ ഗുരു എന്നു പറഞ്ഞാൽ എൻ്റെ ഗുരുനാഥനായിട്ട് കാണുന്നത് രവിവർമ്മ പെയിൻറ്റിങ്സുകളാണ്. സത്യത്തിൽ ഏറ്റവും ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്ന ഏറ്റവും നല്ല കോസ്റ്റ്യൂം ഡിസൈനർ അത്. കാരണം അന്ന് കുട്ടിക്കാലം എന്നല്ല ഇപ്പോഴും ഞാൻ നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓരോന്നിൻ്റെയും കോമ്പിനേഷൻ ഫോളോ ചെയ്തിരിക്കുന്ന എൻ്റെ എല്ലാ കോമ്പിനേഷനുകളുടെയും എടുത്തു വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന മെയിൻ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഗ്രീക്കിൻ്റെ തലത്തിൽ കൂടി ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പം മെയിനായിട്ടൊരു കോസ്റ്റ്യൂം ചെയ്യുമ്പോഴത്തേക്ക് രവിവർമ്മ പെയിൻറ്റിങ്സിൻ്റെയൊക്കെ ഇടയ്ക്കുള്ള ചെറിയ കോമ്പിനേഷനിലുള്ള അസാധ്യ കോസ്റ്റ്യൂം ഡിസൈനറായിരുന്നു അദ്ദേഹം. കാരണം അദ്ദേഹം കോസ്റ്റ്യൂം ഡിസൈനർ എന്ന് പറഞ്ഞപ്പോൾ ഒരു ദേവിയാണെങ്കിലും ഇപ്പം നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലാക്കിയെടുത്തത് ആരാ? അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്സാണ്. അപ്പോൾ അതിനൊക്കെ ഇവിടെയാ സ്ഥാനം കൊടുത്തത്. എല്ലാം ആഭരണങ്ങളും കോസ്റ്റ്യൂമാണ്. അപ്പോൾ ഏറ്റവും നല്ല കോസ്റ്റ്യൂം ഡിസൈനർ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് അങ്ങനെ തന്നെ ഒരു കോസ്റ്റ്യൂമിൽ അങ്ങനത്തെ ഒരു തീമിൽ തന്നെ നമുക്കൊരു പടത്തിൻ്റെ കാര്യങ്ങൾ വേണമെന്ന് പറയുമ്പോഴത്തേക്ക് ആ പടം ടോട്ടൽ നമുക്ക് അങ്ങനെ പോകാൻ പറ്റി. രവിവർമ്മ പെയിൻറ്റിങ്സിൽ വരുന്ന സാധനം തന്നെയാണ് സന്തോഷമായിട്ട് ആ മറ്റുള്ള ക്യാരക്ടറിനാന്ന് പറഞ്ഞ ആ സാറ്റൻ അല്ലെങ്കിൽ തന്നെ നമ്മൾ അവിടെ അങ്ങനെ ഒരു കളറായിരിക്കും വരുന്നത്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ബ്ലൂ
ഡെന്ന് അടഞ്ഞു നിൽക്കുന്നതായിരിക്കും. അതപ്പോൾ ആ ഒരു ഗ്ലിറ്ററിങ്ങോടുകൂടി വരുമ്പോഴത്തേക്ക് അത് തീർച്ചയായിട്ടും അതൊരു പെയിൻറ്റിങ് കോമ്പിനേഷനിൽ അത് വളരെ നന്നായിട്ട് അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സോങ് ഈ രീതിക്കെന്ന് പറഞ്ഞാൽ അത് വരിക്കാശ്ശേരി മനയിൽ തന്നെ ഒരു പോർഷനാണ്, ഒരു ആ പടത്തിൻ്റെ ഏകദേശം 40 സീനും 3 സോങ്ങും എടുത്തേക്കുന്ന വരിക്കാശ്ശേരി മനയിൽ മാത്രം. ശരി. സത്യത്തിൽ അപ്പോഴാണ് എനിക്കൊക്കെ ഒന്ന് സിനിമ സംവിധാനം ചെയ്താൽ കൊള്ളാൻ തോന്നിയ സന്തോഷ് ഏട്ടൻ്റെ വർക്ക് ചെയ്യുമ്പോഴാണ്. സിനിമയ്ക്ക് അത്രയേ ആവശ്യമുള്ളൂ. നമ്മളൊരു സ്ഥലത്ത് നിന്ന് ഷൂട്ട് കഴിഞ്ഞ് ഷിഫ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരാളോട് പറയണം അവിടെ 2 പാമ്പുകൾ കടികൂടുന്നു. ഓട്ടം പുള്ളി ക്യാമറ എടുക്കാൻ പറഞ്ഞിട്ട് ഈ ഭക്ഷണം അവിടെ നിന്ന് ഓടിപ്പോയിട്ട് ഇവിടെ 2 പാമ്പുകളാണ് ആ ഷോട്ട് അതിലെടുത്തേക്കുന്ന അപ്പോഴവിടെ വെച്ച് കിട്ടിയ സാധനം. അത് ലൈഫിൽ അതൊന്നും നമുക്ക് വിചാരിക്കാൻ പോലും പറ്റില്ല. അതൊക്കെ ഒറിജിനൽ കിട്ടുകയാണ്. പിന്നെ നമ്മൾ അലമല യു എന്ന് പറയുന്ന ഒരു സോങ് പറയാം. ആ സോങ്ങിന് വേണ്ടിയിട്ട് ഒരു വരിക്കാശ്ശേരി മന കംപ്ലീറ്റ് കുഴി കുത്തിയിട്ട് ഇതിനൊക്കെയുള്ള ബ്ലാക്ക് ഷീറ്റ് ഇട്ടിട്ട് വെള്ളം നിറയ്ക്കുക. അപ്പം ഞാനും മണിപ്പിള്ള രാജേട്ടനാണ് പ്രൊഡ്യൂസർ. ഇവരൊക്കെ ഞങ്ങളൊരു സോങ്ങിന് വേണ്ടി ഭയങ്കര തയ്യാറെടുപ്പിൽ എടുക്കുമ്പോൾ ഇന്ന് നമുക്ക് സോങ് എടുക്കാമെന്ന് ചോദിക്കുക. അപ്പോൾ അതിൽ ത്രൂ ഔട്ട് കളരിയിലെ 2-3 ആൾക്കാർ ഇങ്ങനെ കുറേ പിള്ളേർ അവർ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ആ സോങ് എടുക്കാൻ ഇന്ന് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ സോങ് എടുക്കാൻ അപ്പോൾ രാജേട്ടൻ നടുമുറ്റത്താണോ ഇത്? അത് അപ്പോൾ പറഞ്ഞു ഞാൻ സോങ് എടുക്കാൻ ഇന്ന് പറ്റില്ല. ഞാൻ പറഞ്ഞു ആ സോങ്ങിന് ഒരുപാട് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കളരിയും മറ്റതും മറിച്ചതും ഒന്ന്. അപ്പോൾ രാജേട്ടൻ്റെ ഞാൻ പറഞ്ഞു അത് ഇന്ന് എന്തായാലും നടക്കില്ല, അത് ഇപ്പോൾ എങ്ങനെ അതിന് വേണ്ടിയിട്ട് അല്ല അയാളിത് അവിടെ ഇതൊക്കെ കുത്തി അവർ മറ്റേ ആട്ടുകാരോട് എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് അവർ വന്ന് ഷിഫ്റ്റ് ചെയ്ത് ഇതൊക്കെ കുത്തി ഇന്ന് വൈകുന്നേരം സോങ് എടുക്കുകയാണെന്ന് പറഞ്ഞു. ചെണ്ടക്കാരെയൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനങ്ങനെ ഓടി സന്തോഷമായിട്ട് എടുത്ത് ഞാൻ സന്തോഷമായിട്ട് എന്നാ സോങ് അത് നമുക്ക് ഇപ്പോഴും കളരിക്കാരെയൊക്കെ വെച്ചിട്ട് എടുക്കണമെന്നല്ലേ. പക്ഷേ കുറച്ച് നിങ്ങളതിൽ ഇരിക്കണില്ല, ആ റെഡ് തുണി ആ മനോജ്കാരന് ചാടാനൊക്കെ ആ തുണികളും കാര്യങ്ങളൊക്കെ മതി, അവരൊക്കെ അങ്ങോട്ട് കെട്ട്, ഞാൻ ഇത് ഫ്രെയിം വെച്ച് തരാം എന്നിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അത് പുള്ളിയുടെ ഒരു ഇതാണ്. എന്നിട്ട് പുള്ളി ഇതൊക്കെ കുത്തിയിട്ട് ഫ്രെയിം വെച്ച് എന്നിട്ട് പറഞ്ഞു എനിക്കൊരു ചെണ്ട വേണം. അപ്പോൾ പുള്ളി അങ്ങ് പറയണേ ഒരു ചെണ്ട നന്നായിട്ട് വേണം, അത് ഞാൻ വെള്ളം ചിലപ്പോൾ നനയ്ക്കും, എന്ത് വേണോ വയ്ക്കും, ആ ചെണ്ട കയറി പോകും. അപ്പോൾ പൈസ കൊടുത്തത് വാങ്ങിക്കാൻ പറയുമ്പോൾ ചെണ്ടയും ഇതുമൊക്കെ വാങ്ങിച്ച് വെച്ച് ഫ്രെയിം വയ്ക്കുകയാണ്. ഒരു കുറ്റിയൊക്കെ എടുത്തിട്ടിട്ട് ഈ വെള്ളം സ്പ്രേ ചെയ്ത് ഈ മാവിൽ, അപ്പോൾ മാവിൻ്റെ ഒരു വൈറ്റ്നെസ്സിൽ ആ വെള്ളം സ്പ്രേ അങ്ങോട്ട് അടിച്ചിട്ട് ഈ ഇവിടുന്ന് HMI കൂടെ വെച്ച് അടിക്കുമ്പോൾ ഒരു ഭയങ്കര സാധനം അതിൻ്റെ ഷെയ്ഡ് ഇത് ഈ താഴെ ഈ വെള്ളത്തിലാണ് വന്ന് വീണു. എന്നിട്ട് ഇവിടുന്ന് ഫ്രെയിം വെച്ചിട്ട് ഒന്ന് വന്ന് നോക്ക് ഇവിടെ എന്താ കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാൻ പറയും. അവിടെ നമ്മളെ പെട്ടിയിൽ അങ്ങോട്ട് എടുത്ത് കാറി കെട്ടി റെഡും അതും ഇതുമൊക്കെ കൂടെ കൊടുത്ത് കലാഭമണിക്ക് മറ്റു സാധനം കൊടുത്ത് ഈ ചെണ്ടയും വെച്ചിട്ട് അടിച്ച പുള്ളി ഷോട്ട് അങ്ങോട്ട് ഷൂട്ട് തുടങ്ങി. ഒരു ഇതിലൊക്കെ വെള്ളം കോരി സ്പ്രേ ചെയ്തിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു രാത്രി 9 മണിയാകുമ്പോഴത്തേക്ക് മഴ അങ്ങോട്ട് പിടിച്ച് അപ്പോഴത്തെ പിന്നെ പുള്ളി ഒപ്പറയാണ് ഷൂട്ട് നിർത്തണം വാന്ന് പറഞ്ഞിട്ട് ക്യാമറകൾ മറ്റേ ടാർപ്പയും അതും ഇതുമൊക്കെ എടുത്ത് അടിച്ചിട്ട് ക്യാമറ എടുത്ത് വെച്ചുകൊണ്ട് ആ പാട്ട് ഷൂട്ട് ചെയ്യുക. ആ ക്യാമറയൊക്കെ എല്ലാ സാധനവും അങ്ങനെ വെച്ചിട്ട് അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സിനിമ റിലീസായി കാണുമ്പോഴത്തേക്ക് സത്യത്തിൽ 40 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അല്ല അത് ഇത്രയും ഇത് ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ അതൊരു മാജിക്. അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ ഉണ്ടൊരു സിനിമയൊക്കെ ഒരു ത്രില്ലായിട്ട് വരുന്ന ത്രില്ല ഇത് മതിയല്ലോ എന്ന് തോന്നും നമുക്ക്, എന്തെല്ലാം ചെയ്യാന്നുള്ള തോന്നൽ. ആ തോന്നലൊക്കെ അങ്ങനെയുള്ളൊരു വർക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് വീണ്ടും ഇത്രയുള്ളല്ലേ കാര്യം, ഇതിൻ്റെ റിസൾട്ട് സ്ക്രീനിൽ വരുമ്പോൾ ഇത് മതിയായിരുന്നല്ലോ എന്ന് പറയും. പക്ഷേ ഈ കോസ്റ്റ്യൂമിലേക്ക് അല്ലെങ്കിൽ ഇത്തരം സിനിമയുടെ പല അനുബന്ധ കലാമേഖലകളിലേക്ക് വരുന്ന ചെറുപ്പക്കാർക്കൊക്കെ ഈ ത്രില്ലൊക്കെ ഉണ്ടോ ഇപ്പോൾ? വളരെ കുറവാണ്. നമുക്ക് ഇപ്പോൾ വലിയ പാടാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകളാണ് നമ്മൾ ബാക്കിലോട്ട് വലിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ അങ്ങനെയുള്ള അസിസ്റ്റൻസിനെയും കൂടെ കിട്ടുമായിരുന്നു. അപ്പോൾ നമ്മളിപ്പം സമർമ്മത്തിലേയും പറയുമ്പോഴത്തേക്ക് പോണ വഴിയിൽ നമ്മളോട് പറയും കേട്ടോ എന്തുണ്ട് സാധനം, അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു മഞ്ജുവിനൊരു അവിടെ നിന്നൊരു ഷോട്ട് എടുക്കണമല്ലോ. അപ്പോൾ അവർ വിളിച്ചിട്ട് പറയണ ചീഫിൻ്റെ എൻ്റെ കൂടെ പറയും. അപ്പോൾ എനിക്കിത് ഒക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വരണമെങ്കിൽ എനിക്ക് അതിനകത്തൊരു അസിസ്റ്റൻസ് എൻ്റെ ബാക്കിലുണ്ടാവണം, അത് റെഡിയാക്കി തരാൻ. അപ്പോൾ അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് ഞാൻ പറയും എന്തെങ്കിലും ഞാൻ ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ഇപ്പോൾ സിബിസാറിൻ്റെ അവിടെ നിന്ന് താഴെ എൻ്റെ കോസ്റ്റ്യൂം വണ്ടിയിലെത്തുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടായിരിക്കാണ് ഇങ്ങനെ ആലോചന പോയി ചെല്ലും. മറ്റേ സെക്യൂരിറ്റിയുടെ സാധനം ഉണ്ടല്ലോ അത് കട്ട് ചെയ്താണ് ഉടൻ തന്നെ ആ സെക്യൂരിറ്റിയുടെ സാധനം എടുത്തിട്ട് ഒരു ബർമുഡ ആക്കുന്നു. ആ ഒരു പച്ച കളർ സാധനം ഒരു കാറ്റൊക്കെ വെച്ചിട്ട് മഞ്ജു വരുന്നൊരു സാധനം, ആ കാലിൻ്റെ താഴത്തെ സാധനം എൻ്റെ അസിസ്റ്റൻ്റ് അപ്പോൾ തന്നെ ഒരു തൊപ്പി തച്ച് തരികയാണ്, കൗബോയ് ടൈപ്പിലൊരു തൊപ്പി. അയാൾ ആ തൊപ്പി തച്ച് തരാൻ അവിടെ ഇരുന്നാലേ എനിക്ക് കോസ്റ്റ്യൂം കൊടുക്കാൻ പറ്റുള്ളൂ. ആ ഷർട്ട് തൊട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് ആ കൗബോയുടെ ആ കാറ്റൊക്കെ വെച്ച് വരുമ്പോഴത്തേക്ക് അത് വേറൊരു കോസ്റ്റ്യൂമായി. അപ്പോൾ അന്ന് അവരും അങ്ങനെ നിൽക്കും, നമ്മൾ അത് കട്ട് ചെയ്യുക ഇത് സ്റ്റിച്ച് ചെയ്ത് തരാം. അപ്പം നമ്മളൊരു എല്ലാവരും ഷെയറിങ്. അന്ന് ഈ അസിസ്റ്റൻസ് എന്ന് പറയണത് ഒരു ഭയങ്കര ഘടകമാണ് ഒരാളുടെ വളർച്ചയും കാര്യമാണ്. ഈ സിനിമയിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലവും പ്രശസ്തിയല്ലാതെ ഈ ത്രില്ലും കൂടെ കിട്ടുന്നവനാണ് സിനിമയിൽ എൻജോയ് ചെയ്യണം. അത് തീർച്ചയായും അത് സിനിമയിലല്ല സാർ, എല്ലാത്തിലും അങ്ങനെ. എല്ലാത്തിലും അതെ.
അല്ല, അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് ചെയ്യുന്ന ജോലി ആസ്വദിക്കാൻ കഴിയും. ഈ പ്രതിഫലം എത്ര കിട്ടുമെന്ന് അറിയാതെ നമുക്ക് ആസ്വദിക്കാൻ പറ്റണം. പ്രതിഫലം കിട്ടിയില്ലെങ്കിലും അത് ആസ്വദിച്ച് വന്നു കഴിഞ്ഞാലും നമ്മളൊന്നും അതിൽ വേറെ. ഇപ്പം ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ ഇപ്പോൾ എടുക്കാം. നമ്മളിപ്പം ഹൈസ്കൂൾ വിദ്യാഭ്യാസം പോലും നേരെ കറക്റ്റ് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സ്ഥലത്ത് എൻ്റെ കൂടെ ഉള്ളൊരു അന്ന് പഠിച്ചവർ, ഞാൻ ഇപ്പോൾ ചായക്കടയിൽ ഓരോ കാര്യത്തിൽ ഈ പറയുന്ന ജോലിയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോളിടെക്നിക്കിലും അവിടെ ഇവിടെയൊക്കെ പോകുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്കൊരു തോന്നലുണ്ട്, എനിക്ക് നാളെ അവന്മാരൊക്കെ ഇങ്ങനെ വല്ല എഞ്ചിനീയറും മറ്റു കാര്യമൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്ക് ഇത് അവരൊക്കെ അത് നടന്നു പോകുമ്പോഴത്തേക്ക് ഞാൻ പറയും, അവർക്കൊപ്പം എന്നെ എത്തിക്കണേ ഈശ്വര എന്ന് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് എൻ്റെ പ്രവർത്തികൾ ചെയ്യണം. പക്ഷെ നമുക്കൊക്കെ ഇതെല്ലാം നമുക്ക് സ്വപ്നത്തിലും കാണാൻ പറ്റും. ഞാൻ സത്യത്തിൽ സ്റ്റാർ ഹോട്ടലിൻ്റെയൊക്കെ വാതിലൊക്കെ തുറന്നിട്ട് നമ്മളിങ്ങനെ കയറിപ്പോണൊക്കെ ഇങ്ങനെ സ്വപ്നം കാണും. അതൊക്കെ എപ്പോഴോ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ നാഷണൽ അവാർഡ് വാങ്ങാനൊക്കെ പോകുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എൻ്റെ ഒരു രോമാഞ്ചം ഉണ്ടാവേ, ഞാൻ ഇതൊക്കെ കണ്ടിട്ടുള്ളതാണല്ലോ, ഇതൊക്കെ ഇങ്ങനെ വരും ഇങ്ങനെ മനസ്സിൽ. അതായത് നമ്മൾ തീവ്രമായി കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവും. നമുക്ക് ആ സ്വപ്നത്തോട് ഒരു സത്യസന്ധത വേണം, ആത്മാർത്ഥത വേണം, പ്രയത്നിക്കണം. അത് തീർച്ചയായിട്ടും ആ സ്ഥലത്ത് എത്തിക്കും. അവിടെ നമ്മുടെ ഈ പറയുന്ന വിദ്യാഭ്യാസവും മറ്റു കാര്യമില്ല, അവനവൻ ചെയ്യുന്ന തൊഴിൽ ഏതാണോ ആ തൊഴിൽ അർപ്പണമായിട്ട് അത് ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് അതിലൊരു ഫോക്കസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ തൊഴിലിനും ഇന്ന് ചാൻസ് ഇല്ലേ, എല്ലാ തൊഴിലിനും ഉണ്ട്. അതെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇത് ചെയ്യും. ഞാൻ എൻ്റെ ഫിലിമിൽ വന്നതിന് ശേഷം ഞാൻ ഒരു രാത്രി ആത്മഹത്യ ചെയ്യാൻ പോലും ശ്രമിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അല്ല, ഈ സാമ്പത്തിക പ്രശ്നം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? കാരണം ഇപ്പോൾ അല്ല, സാമ്പത്തിക പ്രശ്നം ഉണ്ടായ അത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കുറച്ച് ബാധ്യതകളും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം ഈ ഗുരു എന്ന് പറയുന്ന പടത്തിന് തൊട്ട് മുമ്പ് കഥാപുരുഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ മരണം ദുർബലം, ഈ അപ്പു പന്താടി, ഈ സീരിയലുകൾ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ കടയിൽ നിന്ന് മാറി. അപ്പോൾ കട അനുജനെ ഏൽപ്പിച്ചല്ലോ. പിന്നെ എൻ്റെ കടയിൽ നിന്ന് മാറിയപ്പോൾ എനിക്കപ്പോൾ എൻ്റെ സിസ്റ്ററൊക്കെ വിവാഹം കഴിച്ചൊക്കെ ഏൽപ്പിച്ചു. അപ്പോൾ കുറച്ച് ബാധ്യതകളും കാര്യം, ഒരു 4-5 ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ അന്ന് 4-5 ലക്ഷം രൂപ. അത് അതിൻ്റെ പ്രശ്നമല്ല, 2 ലക്ഷം രൂപ കടം എടുത്തതാണ് 4 ലക്ഷം രൂപ ആയി കിടക്കുന്നത്. ഇന്നത്തെ പോലെ ഒന്നുമുള്ള ഇൻട്രസ്റ്റ് അല്ലല്ലോ. 5 രൂപ 10 രൂപ പലിശയാണ്. അതിനെടുക്കാൻ, ആ പലിശ കൊടുക്കാൻ വേണ്ടി പിന്നെ എടുക്കുക. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു അന്തമില്ല എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഗുരു എന്ന് പറയുന്ന വർക്കിലേക്ക് ജോയിൻ്റ് ആവുക. അവിടുന്ന് പിന്നെ നമ്മൾ അങ്ങ് കയറി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളൊരു ഏരിയ എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ പൈസ വന്നവരൊന്നും തിരിച്ചു ചോദിക്കില്ലല്ലോ. പിന്നെ നമ്മൾ എപ്പോഴും നമുക്ക് കൊടുക്കാനുള്ളൊരു അവസരവും കാര്യം കിട്ടും. പക്ഷെ നമ്മളിങ്ങനെ ടക്ക താഴോട്ട് വന്നാൽ നമ്മൾ വേറൊരു രഹസ്യം ചോദിക്കട്ടെ, തമിഴും മറ്റു തെലുങ്കൊക്കെ വിട്, ഒരു കോസ്റ്റ്യൂം ഡിസൈനർക്ക് എന്ത് പ്രതിഫലം കിട്ടും? അത് പ്രതിഫലം പക്ഷേ ഭയങ്കര പ്രശ്നമാണ്. അല്ല, എന്നാലും ഒരു നാട്ടു നടപ്പനുസരിച്ചിട്ട് ഇപ്പോഴും നമ്മുടെ യൂണിയനിലൊക്കെ പ്രശ്നം ഉണ്ടായിക്കൊണ്ട് കിടക്കുന്നു. അത് 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപ ആക്കിയിട്ട് അതൊന്ന് ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് യൂണിയൻ പറയുന്നതല്ലല്ലോ, ഒരാളുടെ പ്രതിഭയ്ക്കല്ല. അല്ലല്ല, പ്രതിഭയ്ക്കാണെങ്കിലും ഈ പൈസ കിട്ടാത്തവരുണ്ട്. അതുകൊണ്ടാണ് ഈ 1.5 ലക്ഷം രൂപയെങ്കിലും ഇപ്പോൾ, കാരണം ഞാൻ യൂണിയൻ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അതൊരു ഈ പറയുന്ന മിനിമം ഇത് 1.5 ലക്ഷമെങ്കിലും ആക്കണമെന്ന് പറഞ്ഞിട്ട് ഈ പറയുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോഴും അതിനും താഴ്ന്ന പടം ചെയ്യുന്നവരുണ്ടെന്നുള്ളതല്ലേ അതിൻ്റെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അല്ല, ശരിക്കും SB സതീഷ് എന്ന് പറയുന്ന ഒരു കോസ്റ്റ്യൂമർക്ക് ആ പൈസയ്ക്ക് ജോലി ചെയ്യില്ലല്ലോ. ഞാൻ ഒരിക്കലും ചെയ്യില്ല. അപ്പം അതിൻ്റെ എത്രയോ മടങ്ങാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ വാങ്ങുന്നത്. ഞാനത് അങ്ങനെ വാങ്ങിയിട്ടേ ചെയ്യുള്ളൂ. അതെനിക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴത്തേക്കൊണ്ടാണ് ഞാൻ ഇതൊന്ന് ഈ പറഞ്ഞ പരിപാടികളൊക്കെ നിർത്തുന്നത്. എൻ്റെ തുന്നൽക്കട നടത്തുന്ന സമയത്ത് ഞാനങ്ങനെ വേറൊരു സ്ഥലത്ത് 30 രൂപ, അന്നൊക്കെ 30 രൂപ ഷർട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങുന്നത് 45. പിന്നെ ഞാൻ എന്തെങ്കിലും മോഡൽ എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് 60 രൂപയൊക്കെ ഒരു ഷർട്ടിന് സ്റ്റിച്ചിങ് ചാർജ് വാങ്ങിയിരുന്ന സമയത്ത് വേറൊരാൾ 25 വാങ്ങുമായിരുന്നു. അതേപോലെ തന്നെ മലയാള സിനിമയിൽ വന്നപ്പോഴത്തേക്ക് കോസ്റ്റ്യൂമിന് റെമോണ്ടേഷൻ ഞാൻ ചോദിച്ചതേ അല്ല, എനിക്ക് തന്നതാണ്. എൻ്റെയൊക്കെ അന്നത്തെ പടത്തിൻ്റെ ഞാൻ അന്ന് എനിക്ക് തന്ന ഗുരുവിനും ദയയ്ക്കും കിട്ടിയ റെമോണ്ടേഷൻ പോലും ഇന്നുള്ളവർ വാങ്ങുന്നില്ല. ഇന്നുള്ളവർക്ക് ഇന്ന് വാങ്ങുന്നില്ല ഇല്ല ഇവിടെ. പക്ഷേ ഇപ്പോഴും നമ്മളൊരു പടത്തിന് ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ആ പൈസ പറഞ്ഞിട്ട് തന്നെയാണ്. ഇപ്പം ഞാൻ ഒടിയനാണെങ്കിൽ ലാസ്റ്റ് ചെയ്ത മാമാങ്കമാണെങ്കിലും ഞാൻ ചെയ്തിരിക്കുന്ന അങ്ങനെ എനിക്ക് പറയുന്ന റെമോണ്ടേഷൻ പറഞ്ഞിട്ട് ഞാൻ ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല. ഈ മലയാളത്തിൽ നിന്ന് മറ്റു ഭാഷകളിലേക്ക്, ഇപ്പോൾ ഹോളിവുഡ് പോലെയുള്ള വലിയ മേഖലകളിലേക്ക്, തമിഴിലേക്ക്, മറ്റു ഭാഷകളിലേക്ക് എവിടേക്കൊക്കെ പിന്നെ കടന്നുപോയി? തെലുങ്കിൽ പോയി ഒരു മൂവി ചെയ്തു. ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഇന്ത്യൻ 2 ആൻഡ് ഇന്ത്യൻ 3 കഴിഞ്ഞിട്ട് ഇപ്പം അഡ്ലി പടം, അതേപോലെ തന്നെ മുത്തുരാജ്.
മുത്തുവേട്ടനോട് ഇപ്പം തമിഴിൽ തന്നെയാണ് ഇനിയിപ്പം ചെയ്യാനുള്ള ഏകദേശം ഒരു 4-5 വർഷത്തേക്കുള്ള വർക്ക് തമിഴിൽ തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. കാരണം അതെല്ലാം കോസ്റ്റ്യൂം നമ്മളെ നോർമൽ പാൻറ് ഷർട്ടും അല്ല. അത് ഞാൻ എന്തായാലും ഇനി ഈ പാൻറ് ഷർട്ടും പരിപാടി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ എന്തായാലും ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. അതായത് കോസ്റ്റ്യൂമിലൂടെ ഒരു ക്യാരക്ടർ ഉണ്ടാക്കാൻ കഴിയുന്ന പണി മാത്രമേ ഇനി പോകുന്നുള്ളൂ എന്നർത്ഥം അല്ലേ? അതെ. അല്ല, അത് നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്ന് വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് അവിടെ നിരത്തി കാണിച്ച് ഇത് ഇന്ന് എടുത്തിട്ട് പോയി പിന്നെ നമുക്കങ്ങ് പോവാം. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ അസിസ്റ്റൻസ് എടുത്ത് കൊടുത്തോളും, ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്തോളും. അങ്ങനെയൊന്നും അല്ലായിരുന്നു. നമ്മളൊക്കെ ഞാനൊക്കെ ഒരു സമയം 6-7 പടം വരെ ഒരു സമയം ചെയ്തിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ എങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. എൻ്റെ ലൊക്കേഷനിൽ ഒരു സോങ്ങിൻ്റെ ഒരു സ്പെഷ്യൽ അവസാനം വരുന്ന സമയങ്ങളിൽ ഞാൻ അവിടെ എത്തിയിരിക്കും. ഇപ്പോൾ ഈ അവതാർ കണക്കോ അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് അത് കണക്കുള്ളൊരു മൂവിയെ കാണുമ്പോഴത്തേക്ക് ഇതൊക്കെ നമുക്ക് എന്ത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ, അങ്ങനെ ഒരു സബ്ജക്റ്റ് കിട്ടിയ. പക്ഷേ ഇപ്പോൾ അത് അങ്ങനെ നമ്മൾ എന്തിനെക്കുറിച്ച് നമ്മൾ ഈ പറഞ്ഞ നമുക്ക് മനസ്സിലിങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് അതിൻ്റെ രീതിയിൽ തന്നെ പൊയ്ക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ സ്ഥലത്തേക്ക് കൊണ്ട് എത്തിക്കും കേട്ടോ ഈശ്വരത്വം. ഉറപ്പാണ്. അത് സാറ് പറയാറുണ്ടല്ലോ, അത് തീർച്ചയായിട്ടും അത് വളരെ എപ്പോഴും എനിക്കത് ഭയങ്കരമായിട്ടുണ്ട്. ഇന്നിപ്പം ഞാൻ നിന്ന് ചെയ്യുന്ന സ്ഥലം എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാനിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഞാൻ വിചാരിച്ച കണക്കുള്ള വർക്കല്ല. ഹോളിവുഡ് ലെവലിൽ ഇത്തരം കാര്യങ്ങൾക്ക് അവർ അപ്ലൈ ചെയ്യുന്ന ടെക്നോളജിയൊക്കെ മനസ്സിലാക്കാൻ എന്താ നമുക്കൊരു മാർഗ്ഗമുള്ളത്? നമുക്ക് വേണ്ടുന്ന ഇപ്പം നമുക്ക് ഒരു ഫുൾ ബോഡിയാണ് വേണ്ടെങ്കിൽ നമ്മളൊരു കൈ ഓർഡർ ചെയ്യണം. അതിന് പിടിച്ച് നമുക്ക് കുറേ കയറാൻ പറ്റും. അങ്ങനെ തന്നെയാണ്. അങ്ങനെ എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കണം. അതല്ലാതെ നമുക്കൊന്നും എല്ലാം നമുക്ക് ഒരു സ്ഥലത്ത് ചെന്നാലും അങ്ങനെ ഓപ്പൺ അല്ലല്ലോ. പിന്നെ സാറിന് ചൈനയിലേക്ക് പോയാൽ അവർ ഭയങ്കര പാവങ്ങളാണ്. ഇത്രയും കറക്റ്റായിട്ട് നമ്മൾ എല്ലാ സ്ഥലത്തും അവർ കൊണ്ടുപോയി കാണിക്കും അല്ലേ? എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി കാണിച്ചിട്ട് നമുക്ക് ഒരുവിധം ബുദ്ധിയുള്ളവരാണെങ്കിൽ അവിടെ നിന്ന് കണ്ടിട്ട് നന്നായിട്ട് പഠിക്കാൻ പറ്റും. നമ്മൾ ഇവിടുത്തെ കണക്കുള്ള ഇവിടുന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് സത്യത്തിൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട്. അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ എന്ത് ഓപ്പണായിട്ടാണ്. അപ്പോൾ അവർക്കതൊരു പ്രശ്നമല്ല. ഞാനൊക്കെ ഇപ്പോൾ അവിടെ പോയപ്പോൾ എന്തെല്ലാം ചെയ്യാമെന്ന് നമുക്ക് തോന്നിപ്പോയ ഇതാണെന്നറിയാം. അവിടെ ഇരുന്ന് ലേഡീസൊക്കെ വർക്ക് ചെയ്യണം കണ്ടു കഴിഞ്ഞാൽ എന്തോ ഓരോ സാധനങ്ങൾ അവരുണ്ടാക്കി കൈ കൊണ്ട് ഉണ്ടാക്കി കൂട്ടുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. കുടുംബചിത്രമാണ് മലയാളത്തിൽ ഒരു കുടുംബചിത്രം പോലത്തെ ഒരു സാധാരണ സിനിമയാണെങ്കിൽ അതിൻ്റെയൊക്കെ കോസ്റ്റ്യൂമിന് എന്ത് ബഡ്ജറ്റ് സാധാരണ ഇതിലിടും? കോസ്റ്റ്യൂമറുടെ ഫീസല്ല ഞാൻ ചോദിക്കുന്നത്, ഈ ഡ്രസ്സിന് വേണ്ടി മാത്രം. ഡ്രസ്സിന് വേണ്ടി അത് നമ്മൾ ഈ എപ്പോഴും പറയുന്ന നമ്മൾ ഈ സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ടാണ്. എങ്കിലും ഒരു മൂവിക്കൊക്കെ എന്ന് പറഞ്ഞാൽ എന്തായാലും ഇപ്പോഴത്തേക്ക് ഒരു റേഞ്ചിൽ ഒരു 10 lakhs ഒക്കെ വേണ്ടി വരും. ഒരു സാധാരണ ഒരു കുഞ്ഞു കഥ പറഞ്ഞു പോകാൻ ഒരു 10 ലക്ഷം രൂപയൊക്കെ ഇപ്പോഴും, കാരണം അത്രയും അങ്ങനെയുള്ളൊരു കോസ്റ്റും കാര്യമൊക്കെ ആയിട്ടുണ്ട്. അതുമല്ല, ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ന് കംപ്ലീറ്റ് റെഡിമെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. എല്ലാം റെഡിമെയ്ഡ്. മുമ്പ് നമ്മൾ ടൈലർ വെച്ചിട്ട് തുണിയെടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ 4 ഭാഗം പൈസയ്ക്ക് നിൽക്കുമായിരുന്നു. ഇന്ന് കംപ്ലീറ്റ് റെഡിമെയ്ഡുമാണ്. ഇന്ന് പക്ഷേ അതേപോലെ തന്നെ ഇന്ന് ടൈലർ വെച്ച് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഒരുപാട് പൈസ കൂടുതലാവും. ഇന്നത്തെ ബാറ്റയും കാര്യവും വെച്ചിട്ട് ഇന്നൊരു ടൈലറെ ഒരു ലൊക്കേഷനിൽ കണ്ടിന്യൂ നല്ലൊരു ടൈലറെ വേണമെന്നുണ്ടെങ്കിൽ നല്ല പൈസ കൊടുക്കണം. അപ്പോൾ അന്ന് അങ്ങനെ അല്ലായിരുന്നു അതിൻ്റെ ഒരു ഏരിയ. അന്ന് റെഡിമെയ്ഡിന് ഭയങ്കരമായിട്ട് പൈസ കൂടി നിന്ന സമയം. ഇന്ന് പക്ഷേ റെഡിമെയ്ഡ് ആണ്, എല്ലാം റെഡിമെയ്ഡായി. ഇന്ന് സ്റ്റിച്ചിങ് മെഷീനുമായിട്ട് സെറ്റ് പോകാറില്ലേ? സ്റ്റിച്ചിങ് മെഷീൻ ഇല്ലാതെ ഒരു കാരണവശാലും മൂവ് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും അനങ്ങാൻ പറ്റില്ല. കാരണം അവർ ഏത് റെഡിമെയ്ഡ് എടുത്താലും മിക്കവാറും ഒക്കെ അവരൊക്കെ പലതും കറക്റ്റ് ചെയ്ത് അവരെ ബോഡി ഷേപ്പ് രീതി അനുസരിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ടൈലറും വേണം, മെഷീനും വേണം. ഞാനിപ്പോഴും പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു കോസ്റ്റ്യൂം ഡിസൈനർ എന്ന് പറയുന്നത് ഒരിക്കലും ഫൈനാൻസ് സ്കൂളിൽ പഠിച്ച് സ്കെച്ച് ചെയ്യാൻ പഠിച്ച ആളല്ല, ഒരു നല്ല തുന്നൽക്കാരനാണ്, ഒരു തയ്യൽക്കാരനാണ് യഥാർത്ഥ കോസ്റ്റ്യൂം ഡിസൈനർ. ഒരു തയ്യൽക്കാരനെ പറ്റുള്ളൂ. ഒരു ചെരുപ്പ് ഒരു സാധനത്തിന് ഒരു ക്യാരക്ടർ വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അവർ മദ്രസിലോ അല്ലെങ്കിൽ ചെരുപ്പ് കുത്തിയുടെ അടുത്ത് തന്നെ പോയി വേണം. നമുക്ക് ലൊക്കേഷനിൽ നിന്ന് അങ്ങോട്ട് മാറിയിട്ട് എന്തെങ്കിലും ഒരു സാധനം എടുത്ത് വെച്ച് ഒരു പാളയും റെക്സിനും കിട്ടിക്കഴിഞ്ഞാൽ അകത്ത് കോട്ട് ചെയ്ത് ഉണ്ടാക്കി ഒരു ചെരുപ്പിട്ടിട്ട് ഷൂട്ട് നടക്കും. ഒരു കിരീടം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ നമ്മളത് വെച്ചിട്ട് ഒരു എന്തെങ്കിലും ഒരു സംഭവം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കാർഡ്ബോർഡും വെച്ചിട്ട് അതിലൊരു ക്ലോത്തോ എന്തെങ്കിലും ഒക്കെ ഒട്ടിച്ചിട്ട് സംഭവം റെഡിയാക്കും. പല സിനിമകളിലും ഈ കോസ്റ്റ്യൂമർ കൊടുക്കുന്ന വസ്ത്രം അല്ലാതെ ഇവരുടെ ഒറിജിനൽ വസ്ത്രം ഉപയോഗിക്കുന്ന സാഹചര്യം വരാറുണ്ടോ? ഇപ്പോൾ അങ്ങനെ ഉണ്ടെന്നാണ് ഇപ്പോൾ പലരും അവർ. കാരണം ഇന്ന് അന്നത്തെ പോലെയല്ല. ഇന്ന് എല്ലാവർക്കും ടേസ്റ്റ്. ഇന്നിപ്പോൾ എനിക്ക് തമ്മനത്തുനിന്ന് ഒരു എത്ര പടത്തിൻ്റെ കോസ്റ്റ്യൂമാണ് തമ്മനം ജംഗ്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. ഇന്ന് എറണാകുളത്തുള്ളതിൻ്റെ അത്രയും ചെന്നൈയിലും ഇല്ല, ബാംഗ്ലൂരും ഇല്ല, ബോംബെ ഉള്ളത് കണക്ക് ഇന്ന് എറണാകുളത്ത് ഷോപ്പുണ്ട്. നമ്മൾ കേരളമാണെന്ന് എനിക്ക് തോന്നുന്നു മെറ്റീരിയൽ പർച്ചേസ് ചെയ്താൽ ഇത്രയും. കാരണം ഈ ചൈന മെറ്റീരിയലും ദുബായ് മെറ്റീരിയലും ഒക്കെ ഏറ്റവും കൂടുതൽ ഷോപ്പ് പർച്ചേസ് നടക്കുന്നത് ഇന്ന് ഇവിടെയാണ്, നമ്മുടെ ഇവിടെയാണ്. ഈ ഇത്രയും കാലം വർക്ക് ചെയ്തതിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇത് പ്രതിസന്ധിയിലാകുമെന്ന് വിശ്വസിച്ച, അല്ലെങ്കിൽ ആ ചലഞ്ചിനെ അതിജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്ന് ചിന്തിച്ച, അതിനെ അതിജീവിച്ച ഒരു സിനിമ ഏതാണ്? അത് കഥാപുരുഷൻ തന്നെയാണ്. അല്ല, അത് ആദ്യത്തേതല്ലേ. നമുക്കത് എന്തായാലും എന്ത് കാര്യവും ജീവിതത്തിൽ ആദ്യത്തെ 1ാം ക്ലാസ്സിൽ പോകട്ടെ, എന്ത് സംഭവമാണെങ്കിലും നമുക്ക് ആദ്യത്തതിന് ഒരിതുണ്ട്, ആ ഒരു ഫീല്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അഡ്ലി പടത്തിനാണ്
നല്ല പരീക്ഷണങ്ങൾ പലതും നടത്തി. ഏകദേശം ഒരു 3 മാസത്തോളം നമ്മൾ എത്രയോ പേരുടെ പരീക്ഷണങ്ങളും കാര്യമൊക്കെ നടത്തി. അവസാനം അതിൻ്റെ ഒരു ഫൈനൽ ഏറ്റവും നല്ലൊരു ഔട്ട് തന്നെ നമുക്ക് ഡയറക്ടർ മുമ്പ് കാഴ്ചവെക്കാൻ പറ്റി. പിന്നീട് അതിൻ്റെയും അപ്പുറം ഇപ്പോഴിപ്പോഴും അതിൻ്റെയും അപ്പുറം നമ്മൾ പോയി തുടങ്ങി. കാരണം അത് വിജയിച്ചപ്പോഴത്തേക്ക് ഇപ്പോൾ അതിലൊരു ഹരം കയറിയിട്ട് അതിൻ്റെ വേറെ റൂട്ടുകളിലേക്ക് അതിൻ്റെ ഏറ്റവും ഫൈനൽ ഏരിയയിൽ നമ്മുടേതായ ഒരു ഏരിയയും കൂടെ അതിൽ ക്ലബ് ചെയ്തുകൊണ്ട് സാധനങ്ങൾ ചെയ്തു തുടങ്ങി. ക്ലാഷ് ഉണ്ടായ സിനിമകളുണ്ടാവില്ലേ? നമ്മളുടെ ആശയം ഒരു വഴിക്ക് പോവുകയും സംവിധായകൻ്റെ അല്ലെങ്കിൽ നടീനടന്മാരുടെ ആശയം അതുമായിട്ട് ഒത്തുപോകാൻ വരികയും നമുക്കൊരു തൃപ്തിയില്ലാതെ വേണ്ടെന്ന് വെച്ച പടങ്ങളുണ്ടോ? അല്ല, തൃപ്തിയില്ല. ഇന്നൊരു അങ്ങനെ ഒരു സിനിമ ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടില്ല. അങ്ങനെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, അത് പരിഹരിച്ചിട്ടുണ്ട്. വലിയ വലിയ നടന്മാരുമായിട്ടും ഒക്കെ ഉള്ള ഇഷ്യൂസുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആ ഇതിൽ നിന്ന് ഞാനങ്ങ് ഇറങ്ങി അങ്ങ് പോകും. അങ്ങനെ തൃപ്തിയില്ലാത്തവരുടെ നിൽക്കാൻ താല്പര്യം പറ്റില്ല, ഞാൻ പോകും. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് വിട്ടുപോകും. അങ്ങനെ വലിയ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഈ തയ്യൽ സംവിധാനം ഉണ്ടോ നാട്ടിലെ? അല്ല, അത് നിർത്തിയതെന്ന് പറഞ്ഞാൽ ഞാനത് എറണാകുളത്ത് തന്നെ ഞാനൊരു ഷോപ്പ് തുടങ്ങി. അത് ചെയ്തപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു റെസ്റ്റും ഇല്ലാതായിപ്പോയി. റെസ്റ്റ് എന്ന് വെച്ചാൽ ആകെ പ്രശ്നം, ടെൻഷൻ. രാത്രി 12 മണിക്ക് കോള്, പിറ്റേന്ന് ഇപ്പോൾ ശനിയും ഞായറും ഒക്കെ ഒരു ബ്രൈഡലോ എന്തെങ്കിലും സെറ്റപ്പിനോ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേറൊരു കാര്യമുണ്ട്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ കല്യാണം, നമ്മൾ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്നെ വിശ്വസിച്ചായിരിക്കും തരണത്. അപ്പോൾ പിന്നെ ഈ നേരത്തെ പറഞ്ഞ കണക്ക് നമുക്ക് സ്റ്റാഫ് കറക്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട്. അത് മറ്റുള്ള രീതിക്ക്, കാരണം എന്ന് പറഞ്ഞാൽ ഇവരെ വെച്ചിട്ട് നമ്മൾ സാലറി കൊടുക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഒരേ കണക്ക് വർക്ക് കിട്ടണം. അപ്പോൾ ഒരേ കണക്ക് വർക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിക്ക് വർക്ക് എടുത്ത് കൂട്ടണം. നല്ല രീതിക്ക് വർക്ക് എടുത്ത് വിടുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. കാരണം ഞാനേ വിചാരിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു 40-45 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് പതുക്കെ എല്ലാം കൊതുങ്ങി മര്യാദയ്ക്ക് കുറച്ച് വ്യായാമവും കാര്യമൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കാമെന്ന്. അപ്പോൾ ഇത് ഭയങ്കര തിരക്കായി. അപ്പോൾ വീട്ടുകാർക്ക് പോലും ബുദ്ധിമുട്ടുള്ള തിരക്കാണ്. എനിക്കൊരു സമയം വരാനും പറ്റുന്നില്ല, അവിടുന്ന് വിളി, പിന്നെ അതത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി ഇതുവരെ വച്ച ഒരു പേര് മോശം വരുമെന്നുള്ള ചെറിയ കുഴപ്പങ്ങളുണ്ട്. ഈ ചെറിയൊരു ബ്ലൗസിൻ്റെയൊക്കെ ഓൾട്രേഷനിലാണ് സംഭവിക്കുന്നത്. മറ്റേ സിനിമയെന്ന് പറഞ്ഞ ചട്ടക്കൂട്ടിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിൽക്കും. ഇത് വൈഡിലേക്ക് പോകും ഇപ്പോഴത്തെ ഒരു രീതി വെച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് പ്രാക്ടിക്കലായിട്ടത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഇത് നിർത്തുക എന്നുള്ള രീതിക്ക് ഞാനത് ക്ലോസ് ചെയ്തു. ക്രിയേറ്റീവായ മേഖലയിൽ ഇത്രയേറെ ഇൻവോൾവ് ആയ ഒരാൾക്ക് ഒരു കോസ്റ്റ്യൂം ഡിസൈനിങ്ങിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ പറ്റുമോ? ഉള്ളിലൊരു സംവിധായകനില്ലേ? അതൊക്കെ ഉണ്ട്. അതുണ്ട്. അത് ഞാനൊരു സംഭവം ഇങ്ങനെ മുത്തുരാജ് ചെയ്യുന്ന പടത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫ്ലോറിന് പുറത്തിറങ്ങാതെയാണ് പടം ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, മന്ത്ര. അപ്പോൾ എൻ്റെ ഈ സബ്ജക്റ്റും എനിക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണല്ലേ. അതിനുവേണ്ടിയുള്ള ഏകദേശം കഥ ഏരിയ കംപ്ലീറ്റ് എഴുതി പൂർത്തിയാക്കി. ഇനിയിപ്പോൾ അതിൻ്റെ ഈ തിരക്കഥ ഇപ്പോൾ, കാരണം അതാണ് നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടിക്ക് ഇറങ്ങി അതിൻ്റെ പരിപാടി തുടങ്ങുമ്പോഴത്തേക്ക് എൻ്റെ പരിപാടികളിലേക്ക് എനിക്ക് കൂടുതൽ അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ വന്ന ഈ അവസരവും ഇനിയിപ്പോൾ അടുത്ത് വന്നിരിക്കുന്നതും ഇനിയിപ്പോൾ അടുത്ത് വേറൊരു പടം വന്നിരിക്കുന്നതും കോസ്റ്റ്യൂമിന് അസാധ്യ സാധ്യതയുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ത്രില്ലുള്ളതുകൊണ്ട് ഇപ്പോൾ പിന്നെ അതിൽ ഇങ്ങോട്ട് പിടിച്ച് നിൽക്കുക. ഇനി അങ്ങോട്ട് കോസ്റ്റ്യൂം ഡിസൈനിങ് ആവട്ടെ, സംവിധാനമാവട്ടെ, ഏത് മേഖലയാണേലും ലോകോത്തരമായതിനെക്കുറിച്ച് മാത്രമാണ് സ്വപ്നം കാണുന്നത്. എനിക്കറിയാം. ലോകോത്തരമായിട്ട് സ്വപ്നം കാണുമ്പോൾ ഹോളിവുഡിലേക്കും ഓസ്കാറിലേക്കും ഒക്കെ നടന്നു കയറാൻ അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെ എനിക്കൊന്ന് കാണണം, പരിചയപ്പെടണം. ചിലർ അങ്ങനെ ഇഷ്ടമുണ്ട്. നിങ്ങളുടെയൊക്കെ ഒരു സ്പാർക്ക് ഒരുപാട് ഗുണം. കാരണം ധൈര്യമായിട്ട് വെട്ടിത്തുറന്ന് ഓരോ കാര്യങ്ങൾ പറയുന്നതും ഞാൻ പല സമയങ്ങളിലും ആഗ്രഹിക്കാറുള്ളതാണ്. എനിക്കത് നടക്കാറില്ല. മെയിൻ അത് സിനിമയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട്, കാരണം പലതും നോക്കണം. പക്ഷെ നിങ്ങൾ ആ മാധ്യമം വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. നേരിട്ട് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നല്ലൊരു മീറ്റിങ്ങിൽ കൂടി നടന്നു. തീർച്ചയായും താങ്ക് യു.